ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ്. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. ഇത് കണ്ടിന്യൂ ചെയ്തു പോകാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഏറ്റവും ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ക്ലാസ് പോലെ തുടങ്ങുകയാണ്. ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളിലേക്കും എത്തിപ്പെടുന്ന രീതിയിൽ ഒരു കുർത്ത അല്ലെങ്കിൽ ഒരു ചുരിദാർ ഒറ്റയ്ക്ക് സ്വയം തയ്ക്കുന്ന ഒരു ലെവലിലേക്കുള്ളൊരു ക്ലാസ്സാണ് നമ്മൾ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള നമ്മുടെ മെഷീനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് തന്നെ നമുക്കൊന്ന് പഠിച്ചു പോവാം. അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ക്ലാസ് വെക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഉഷയുടെ ഒരു മെഷീനാണ്. അതിലിതേപോലെ പ്ലഗ് കാര്യങ്ങൾ വരുന്നുണ്ട്, ഒരു സ്വിച്ചും വരുന്നുണ്ട് കേട്ടോ. ഈ സ്വിച്ച് നമുക്ക് ഇതിലേക്കൊരു ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ട് ഇതെങ്ങനെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. ഒരു ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെഷീനാണെന്ന് തന്നെ ഞാൻ പറയും കേട്ടോ. കാരണം ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1.5 കൊല്ലമായി. അപ്പം എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെഷീൻ തന്നെയാണ്. നോർമൽ മെഷീൻ ഉണ്ടായിരുന്നു. അപ്പോൾ നോർമൽ മെഷീൻ പിന്നെ അതിനും കുറച്ചും കൂടി കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക് ഈ മെഷീനാണ്. അതുമല്ല ഇതിൽ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് ഇതേപോലെ നീഡിലിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, സെക്ടർ 2 വരുന്നുണ്ട്. നമ്മൾ നോർമൽ മെഷീൻ യൂസ് ചെയ്തിട്ട് ഇതിലേക്ക് വരുമ്പോൾ കുറച്ച് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഒക്കെ അതേപോലെ തന്നെ ഒരു സെയിം ആണ്, കുറച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്നുള്ളൂ. യൂസ് ചെയ്ത് വന്നാൽ എളുപ്പമാവും കേട്ടോ. ഇത് നമുക്കിവിടെ റിവേഴ്സ് ചെയ്യാനുള്ളതാണ്. അതായത് നമ്മൾ ലോക്കൊക്കെ ഇടല്ലോ, നമ്മൾ അടിച്ചതിന് ശേഷം നമ്മൾ ലോക്ക് ഇടുന്ന ആ ഒരു സംഭവമാണ്. അതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ലോക്ക് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇത് വരുന്നത് നമ്മളുടെ ലെങ്ത്താണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അധികം ലെങ്ത്ത് വേണോ വേണ്ടേ എന്നുള്ളതാണ് നേരത്തെ കാണിച്ചത്. ഇത് വരുന്നത് നമ്മൾ ഈ എയിലും ബിയിലും ഇട്ടിട്ടാണ് നോർമൽ സ്റ്റിച്ച് വരുന്നത്. ബാക്കിയൊക്കെ ഇതേപോലുള്ള ഇത്തരം സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സെക്ടർ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. ആ A to G വരുന്നത് വരെയുള്ളത് നമുക്ക് ഒരുപാട് എന്താ പറയുക സ്റ്റിച്ചിങ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു മെഷീനാണ്. പിന്നെ നമുക്കിതിൽ വരുന്നത് ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നൂല് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ജസ്റ്റ് ഒന്ന് അതിലൊന്ന് എടുത്താൽ തന്നെ നൂല് കട്ടായി പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ താഴത്ത് കാണുന്ന ഈ ഒരു സംഭവമില്ലേ, ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ പൊന്തിച്ചാൽ തന്നെ നമ്മുടെ ആ ഒരു സാധനം പോരും കേട്ടോ. നമുക്കിതിൻ്റെ മാറ്റണം എന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ഈ ഒരു ഓപ്ഷൻ മാറ്റണം എന്നുണ്ടെങ്കിലൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതി തന്നെയാണ്. അതിനുശേഷം അത് തിരിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ആ ഒരു കറക്റ്റ് പോർഷനിലേക്ക് വെച്ചിട്ട് ആ ഒരു ഇത് താത്തി കൊടുത്താൽ മതി. അങ്ങനെ താത്തുന്ന സമയത്ത് തന്നെ കറക്റ്റായിട്ട് നമുക്കതിലേക്ക് ജോയിൻ ആവുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് നമ്മുടെ സൂചിയുടെ ഒരു പോർഷനാണ്. അത് നോർമൽ നമ്മുടെ മറ്റേ മെഷീനിലുള്ള ചെയ്യുന്ന പോലെ തന്നെയാണ്. അത് ജസ്റ്റ് ഒന്ന് നമ്മൾ ലൂസാക്കിയാൽ നീഡിൽ പുറത്തേക്ക് വരും. അതിനുശേഷം നമ്മൾ ആ ഒരു പരന്ന ഭാഗം ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ നമ്മളത് അകത്തേക്ക് വെച്ചിട്ട് വീണ്ടും ലോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ റൈഡിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തിയിട്ട് വേണം നമ്മളങ്ങനെ നീഡിലൊന്ന് അകത്തേക്ക് വെച്ചിട്ട് സ്ക്രൂ ചെയ്തെടുക്കാൻ. ഇതേപോലെ നമ്മൾ വലത്തോട്ടൊന്ന് തള്ളിയിട്ട് ഇതേപോലെ ഒന്ന് സ്ക്രൂ ചെയ്ത് ടൈറ്റാക്കി കൊടുക്കാം കേട്ടോ. ഇത്രയാണ് നീഡിലിൻ്റെയും അതേപോലെ തന്നെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൽ നൂല് സൂചിയിലേക്ക് കോർക്കുന്നത് എന്ന് നോക്കാം കേട്ടോ. അതേപോലെ നമ്മൾ നൂല് വെക്കാനുള്ള രണ്ടെണ്ണം ഉള്ളത്. അതിലൊന്നിലേക്ക് നമുക്ക് ഇതേപോലെ വെച്ചിട്ട് നൂല് ഇവിടെ ഒരു പോർഷൻ കാണുന്നുണ്ട്, അതിലേക്കൂടെ കടത്തിയിട്ട് താഴത്തൂടെ ഇതേപോലെ താഴത്തുകൂടെ കൊണ്ടുവരാം. അതിനുശേഷം ഇതിൻ്റെ അകത്ത് ഇതേപോലെ നമുക്ക് നൂല് കടത്താനുള്ള ഒരു സംഭവമുണ്ട്. അത് ഇതേപോലെ നമ്മൾ ആ ഒരു സെക്ടർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊന്തിച്ചു കൊടുത്താൽ കാണട്ടോ. എന്നിട്ട് അതിനുശേഷം വീണ്ടും താഴത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ അവിടെയും ഒരു താഴത്തൊരു ഇതുണ്ട്. അതിനുശേഷം നമ്മൾ നീഡിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നീഡിലേക്ക് നമ്മൾ നോർമലി നമ്മൾ സൂചി നൂലും കോർക്കുന്ന പോലെ കോർക്കുക. അല്ലെങ്കിൽ ഇതിലൊരു ഓപ്ഷൻ വരുന്നുണ്ട്, ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ഈ ഒരു സംഭവം. ഇതിലേക്ക് നമ്മൾ നൂല് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് പൊന്തിച്ചാണെന്നുണ്ടെങ്കിൽ നൂല് ഇതിലേക്ക് അപ്ലൈ ആവും കേട്ടോ. അങ്ങനെ ചെയ്യാം, 2 രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ബോബിനിൽ നൂലിടാനുള്ള ഒരു ഓപ്ഷനാണ്. ബോബിനിൽ നൂലിടുന്നതും കാണിച്ചു തരാം എങ്ങനെയാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. നമ്മൾ നോർമൽ മെഷീനും അതിനേക്കാളും കുറച്ചും കൂടി സിമ്പിളായിട്ട് നമുക്കിതിൽ ചെയ്യാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ ഓൾറെഡി ഞാൻ കോർത്ത് വെച്ചിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഞാനിതിൽ നൂല് കോർത്ത് കാണിച്ചു തരാം.
അപ്പോൾ ഇത് നോർമലി ഫുള്ളായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് തന്നെ ഓഫ് ആവും കേട്ടോ. അപ്പോൾ ഇതിലിനിപ്പോൾ കുറച്ച് നൂലിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പം ഓട്ടോമാറ്റിക് താനെ അത് ഫുള്ളായി കഴിഞ്ഞെന്നുണ്ടെങ്കിൽ അത് ഓഫാവും. അപ്പോൾ നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് നൂല് ഇതിലേക്കൊന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ സൈഡിലുണ്ട് നമുക്ക് നൂലൊന്ന് ജസ്റ്റ് കോർക്കാൻ. എന്നിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ പുറത്തേക്ക് ഈ നൂല് കാണുന്ന രീതിയിൽ ഇതേപോലെ വേണം നമ്മൾ ബോബിന് വെച്ച് കൊടുക്കാൻ. എന്നിട്ട് ആ ബോബിൻ്റെ അത് നമ്മൾ അങ്ങോട്ട് നീക്കി കൊടുക്കുക. അതിനുശേഷം ആ ഒരു സെക്ടറിൽ അത് നമ്മൾ പൊന്തിച്ച് കൊടുക്കണം കേട്ടോ. പൊന്തിച്ച് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ അടിക്കാൻ. അങ്ങനെ അടിക്കുന്ന സമയത്ത് അത് നോർമലി നന്നായിട്ട് അത് എന്നിട്ട് നൂല് ചുറ്റിക്കോളൂ കേട്ടോ. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിന്നോളൂ. അതിനുശേഷം നമ്മൾ ബോബിനിൽ നൂല് ചേർത്തിട്ട് നമ്മൾ താഴത്ത് ഇടട്ടോ, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ബോബിന് നൂലിടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സെക്ടർ പൊന്തിച്ചിട്ടില്ല, അത് താത്തി കൊടുക്കണം, അല്ലെങ്കിൽ സ്റ്റിച്ചിങ് വരില്ല കേട്ടോ. അപ്പോൾ അത് താത്തി കൊടുത്തതിന് ശേഷം നമ്മൾ നൂല് ബോബിന് ഇതിലേക്ക് ഇട്ട്, ബോബിനിടുന്നത് അറിയാമല്ലോ, ഇതേപോലെ നമ്മൾ അതിൻ്റെ ഒരു പോയിൻറ്റും മാതിരി ഒരു ഭാഗം ഉണ്ടാവും, അതിലേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളത് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ. അതിനുശേഷം നമുക്ക് ഇത് ബോബിനിലെ നൂല് നമ്മൾ മറ്റേ രണ്ട് നൂലും കൂടി പുറത്തേക്ക് വരണമല്ലോ, ആ രീതിയിൽ ചെയ്യാനും നമ്മൾ നോർമൽ മെഷീനിൽ എങ്ങനെയാണോ ചെയ്യുക അതേപോലെ തന്നെ ആണോ ചെയ്യൽ. നമ്മൾ ഈ ഒരു സൂചിയിൽ നൂല് കോർത്തതിന് ശേഷം നമ്മൾ ആ സെക്ടറിൽ നമ്മൾ ആ തിരിക്കുന്ന ഒരു ഭാഗമില്ലേ, അത് തിരിച്ചു കൊടുത്താണെന്നുണ്ടെങ്കിൽ എന്നിട്ട് നൂല് വലിക്കുന്ന സമയത്ത് താഴത്തുള്ള ബോബിനിലെ നൂലും കൂടി ഇങ്ങോട്ട് വരും. ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ വലിക്കുന്ന സമയത്ത് തന്നെ ആ ബോബിനിലുള്ള നൂലും കൂടി നമുക്ക് കിട്ടും കേട്ടോ. അപ്പം 2 നൂലായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ പാർട്ടാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന രീതിക്കൊന്ന് കാണിച്ചു തരാം. ഇതിൽ സെക്ടറിൽ 4 വരെയാണ് വരുന്നത്. അതായത് ലെങ്ത്ത്, നമ്മുടെ നൂലിൻ്റെ ലെങ്ത്താണ് കേട്ടോ. അത് ഈ ഒന്നിലിട്ടാണെങ്കിൽ നല്ല ചെറുതായിട്ടാണ്, 2, 3, 4 അങ്ങനെ കുറച്ച് വലിയ സ്റ്റിച്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതൊന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഉള്ളതെന്ന് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇട്ടിട്ടുള്ളത് 3-ൽ. നമ്മൾ നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർ ഒരു 3, 2.5 ആ ഒരു റേഞ്ചിലാണ് നമ്മൾ ആ സ്റ്റിച്ചിങ്ങിൻ്റെ ലെങ്ത്ത് കൊടുക്കാറ് കേട്ടോ. അപ്പോൾ അതും നമ്മൾ ആദ്യം ചെയ്ത് അതിനുശേഷം 4-ൽ ഒന്നിട്ട് നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 1-ലേക്ക് വീണ്ടും ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ ചെറിയ സ്റ്റിച്ചിങ്ങും സ്റ്റിച്ചിങ്ങിൻ്റെ വലുപ്പവും കാര്യങ്ങളൊക്കെ ആണ് ഇതിൽ കാണിക്കുന്നത്. ഇനി നമ്മൾ 1-ലേക്ക് ഇട്ടും കണ്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ചെറിയ സ്റ്റിച്ചിങ്ങാണ് 1-ലൊക്കെ ആവുന്ന സമയത്ത് വരാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സ്റ്റിച്ചിങ്ങായിട്ട് ഇതിൽ വരുന്നത്. അപ്പോൾ കണ്ടില്ലേ, 1 എന്ന് പറയുമ്പോൾ നല്ല ചെറുതായിട്ടാണ്, നല്ല ടൈറ്റായിട്ട് അവിടെ കിടക്കും, നല്ല ചെറുത്. പിന്നെ അവിടുന്ന് 4 അത് കുറച്ച് വിട്ട് കിടക്കുന്നത്. പിന്നെ 3 അങ്ങനെയുള്ള ലെവലിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് ചെയ്യണം. കാരണം പിന്നെ അല്ലെങ്കിൽ നൂലത് വിട്ടു പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് ലോക്കിങ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ റിവേഴ്സിൻ്റെ ബട്ടൺ ഉണ്ട്. നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആ റിവേഴ്സ് ബട്ടണിന് 2 പ്രാവശ്യം 3 പ്രാവശ്യം എത്രയാണോ നമുക്ക് ലോക്ക് വേണ്ടത് അതിനനുസരിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ ലോക്കായി കിട്ടും കേട്ടോ. കണ്ടോ, ഇതേപോലെ റിവേഴ്സ് ബട്ടൺ നമ്മൾ നിൽക്കുക, എന്നിട്ട് ലോക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് സ്റ്റിച്ചിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ഈ ഒരു മെഷീനുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ടിട്ട് പറയാനും ഉള്ളത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരുപാട് സ്റ്റിച്ചിങ് കാര്യങ്ങൾ, വെറൈറ്റി സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നല്ലത്. ഇത് തന്നെ അത്യാവശ്യം നല്ല ലെങ്തി വീഡിയോ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. നല്ല ക്ലിയർ ആയിട്ട് അത് മാത്രമായിട്ടൊരു വീഡിയോ നമുക്ക് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓരോ ടോപ്പും കാര്യങ്ങളും എങ്ങനെയാണ് അളവെടുക്കുന്നതും മെഷർമെൻറ്റും അളവൊക്കെ നമുക്ക് ഉൾപ്പെടുത്തേ.